Good morning. Today going to talk about Porter's 5 force analysis. Marketing strategic analysis tools and techniques പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ 10th യൂണിറ്റിലെ ഭാഗമാണ് അത്. Porter's 5 force analysis. The tool to understand where the business power lies in terms of present competitive and future positioning strength. ഈ ടൂൾ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നത് ബിസിനസ്സിൻ്റെ പവറും അതുപോലെ തന്നെ പ്രസൻറ്റ് കോമ്പറ്റീറ്റീവ്നെസ് എങ്ങനെയുണ്ട്, ഫ്യൂച്ചർ പൊസിഷനിങ് എങ്ങനെയുണ്ട്, അതാണ്. ദെൻ ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമർ ത്രെഡ്സ്, ന്യൂ എൻട്രൻസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, കോമ്പറ്റീറ്റീവ് റൈവലി ഇൻ യുവർ മാർക്കറ്റ് പ്ലേസ്. അതായത് അതിനുള്ള ന്യൂ എൻട്രൻസ്, പുതിയതായിട്ട് എൻട്രി ചെയ്യാൻ, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട്സും ആണ് ഇതിൽ മെയിനായിട്ട് ഉള്ളത്. നമുക്ക് അതിൽ വരുന്ന മെയിൻ പോയിൻറ്റ്സ്. ഫസ്റ്റ് വരുന്നത് ത്രെഡ്സ് ഓഫ് ന്യൂ എൻട്രൻസ്. നമുക്ക് മാർക്കറ്റിലെ ഫോഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഫസ്റ്റ് ന്യൂ എൻട്രൻസ്, പുതിയതായിട്ട് വരുന്ന കമ്പനികൾ. ന്യൂ എൻട്രൻസ് ഇൻ ഇൻഡസ്ട്രി ബിങ് ന്യൂ കപ്പാസിറ്റി ഓഫ് ഡിസയർ ടു ഗെയിൻ മാർക്കറ്റ് ഷെയർ. ദെൻ സീരിയസ് ടു ത്രെഡ്സ് ഡിപ്പെൻഡ് ഓൺ ദ ബാരിയേഴ്സ് ടു എൻ്റർ ദ ഇൻഡസ്ട്രി. ഇതിൽ മെയിനായിട്ട് പുതിയ കമ്പനികൾ എൻട്രി ചെയ്യുമ്പോൾ അവർ മാർക്കറ്റ് ഷെയർ മാക്സിമം ക്യാപ്ചർ ചെയ്യുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എൻട്രി ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതാണ് ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന് ബാരിയേഴ്സ് ടു എൻട്രി, പുതിയ ഇൻഡസ്ട്രീസ് ഒന്നും വരാതിരിക്കാനുള്ള ചില നിയമ തടസ്സങ്ങൾ, ഇക്കണോമിക് സ്റ്റേയിൽ, ബ്രാൻഡ് ലോയൽറ്റി, ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, ദെൻ അതുപോലെ തന്നെ ക്യുമുലേറ്റീവ് എക്സ്പീരിയൻസ്, ഗവൺമെൻറ് പോളിസീസ്, ആക്സസ് ടു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, സ്വിച്ചിങ് കോസ്റ്റ്. അതായത് ഇങ്ങനെയുള്ള കുറേ തടസ്സങ്ങൾ നമ്മൾ കുറച്ച് കാലമായിട്ട് ഈ ബിസിനസ്സിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഇതൊക്കെ. നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് കുറച്ച് തടസ്സങ്ങൾ, കുറച്ച് ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ അതിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ലൈസൻസിങ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡിന് നല്ല ലോയൽറ്റി ഉണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള ക്യാപിറ്റൽ ഉണ്ട്, ഗവൺമെൻറ് പോളിസീസൊക്കെ നമുക്ക് സപ്പോർട്ടീവാണ്. കാരണം നമ്മൾ ഇതുവരെ ഗവൺമെൻറ് അഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ടീവായിട്ടുണ്ടാവും. നമ്മൾ നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽസൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മളെ സംബന്ധിച്ചൊരു സ്ട്രെങ്ത് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് നമ്മുടെ ഒരു പുതിയ എൻട്രി ചെയ്യുന്നതെങ്കിൽ അവർ മാക്സിമം മാർക്കറ്റ് ഷെയർ പിടിച്ചെടുക്കാനായിട്ട് ശ്രമിക്കും. ദ സ്മോളർ ത്രെഡ്സ് ഓഫ് എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സിനെ പുതിയ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡ്സ് തന്നെയാണ്, ഒരു ഭീഷണി തന്നെയാണ്. ബാരിയേഴ്സ് ടു എൻ്റർ ദ ന്യൂ കുറേ ബെനിഫിറ്റ്സ് നമുക്കുണ്ട് എന്നുണ്ടെങ്കിലും നമുക്കതൊരു ത്രെഡ്സാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് എയർലൈൻ ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയിലേക്ക് പുതിയൊരു ഇൻഡസ്ട്രി എൻട്രി ചെയ്യാണ്, പർച്ചേസിങ് എയർക്രാഫ്റ്റ്. നമ്മൾ ഒരു ഇൻഡസ്ട്രി എൻട്രി ചെയ്യാണ്. എൻട്രി ചെയ്യുമ്പോൾ അവർക്ക് ലൈസൻസ്, ഇൻഷുറൻസ്, ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെയുള്ള കുറേ ക്വാളിഫിക്കേഷൻസ് അവർക്ക് വേണം. അത് അത്ര എളുപ്പമല്ല, നോട്ട് ഈസി ടു ഒബ്റ്റെയിൻ വെൻ യു ആർ ന്യൂ ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രിക്ക് കടക്കാനായിട്ട് ഫ്ലൈറ്റ് റൂട്ടൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് അത്ര എളുപ്പമല്ല. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് ഇറ്റ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് എക്സിസ്റ്റിംഗ് പ്ലേയേഴ്സ് ക്യാൻ ബിൽഡ് എ ലാർജ് ബേസ് ഓഫ് എക്സ്പീരിയൻസ് ഓവർ ദ ഇയേഴ്സ്. കുറേ കാലം കൊണ്ട് അത് നമ്മൾ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നമുക്കതിനെക്കുറിച്ചിട്ടുള്ള നോളജബിൾ ആയിട്ടുണ്ടാവും, നമ്മൾ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ക്രിയേറ്റിംഗ് കോമ്പറ്റേറ്റീവ് ഡിസഡ്വാൻറ്റേജ്. പക്ഷേ ഇവിടെ വരുന്നത് ലിബറലൈസേഷൻ പോളിസീസും പുതിയ ഇൻഡസ്ട്രീസ് എൻട്രി ചെയ്യാനുള്ള ബാങ്കുകൾ ഫിനാൻസ് കൊടുക്കുന്നത്, ഇൻവെസ്റ്റേഴ്സൊക്കെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതൊക്കെ ന്യൂ ഓപ്പണിംഗ് ആണ് പുതിയ എൻട്രൻസിന്, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക്. അതാണ് നമുക്ക് ത്രെഡ്സായിട്ട് മാറുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ ത്രെഡ് ഓഫ് ന്യൂ എൻട്രൻസ്. പുതിയ എൻട്രൻസ് കടക്കുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ബാരിയേഴ്സ് ഉണ്ട്, എൻട്രി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമ്മളെക്കുറിച്ച് സ്ട്രെങ്ത് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ സംടൈംസ് ചില സമയത്ത് എന്തുണ്ടായിരിക്കും, ആ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഒക്കെ, ലിബറലൈസേഷൻ പോളിസീസ്, നമുക്ക് ലൈസൻസിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വിട്ടുവീഴ്ചകളുണ്ടാവുക, ബാങ്കുകൾ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക, ഇൻവെസ്റ്റേഴ്സ് അതിന് ഇൻവെസ്റ്റ്, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി ആകുമ്പോൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വില്ലിങ് ആവുക, അതൊക്കെ നമുക്ക് എന്തായിട്ട് മാറും, ഒരു ത്രെറ്റായിട്ട് മാറും. ഇനി ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സിൻ്റെ ബാർഗൈനിങ് പവർ. നമ്മൾ അവരുടെ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കമ്പനി സപ്ലയേഴ്സ്, നമുക്ക് സ്ഥിരമായിട്ടുള്ള സപ്ലയേഴ്സ് ഉണ്ടായിരിക്കും. അവരുടെ ദെൻ ടേൺ ഓവർ ഇൻഡസ്ട്രീസ്, പ്രോഫിറ്റബിലിറ്റി, നമുക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രോഫിറ്റബിലിറ്റി കിട്ടുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള സപ്ലയേഴ്സ് നമ്മുടെ കയ്യിലുണ്ടാവും, അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സോഴ്സ് ഓഫ് സപ്ലയർ പവർ ഓൾസോ ഇൻക്ലൂഡ് സ്വിച്ചിങ് കോസ്റ്റ് ഓഫ് കമ്പനി ഇൻഡസ്ട്രി. നമുക്ക് ഒരുപാട് മൾട്ടിപ്പിൾ സപ്ലയേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സിൻ്റെ ബാർഗൈനിങ് പവർ എന്ന് പറഞ്ഞാൽ സപ്ലയേഴ്സ് നമ്മളിൽ എത്ര എണ്ണം ഉണ്ട്, നമ്പർ ആൻഡ് സൈസ് ഓഫ് സപ്ലയേഴ്സ്, യുണീക്നെസ് ഓഫ് ഈച്ച് സപ്ലയർ പ്രോഡക്റ്റ്, ഓരോരുത്തരുടെയും മെറ്റീരിയലിന് വ്യത്യാസം ഉണ്ടായിരിക്കും, അവർ തരുന്ന റോ മെറ്റീരിയലിന് വ്യത്യാസമുണ്ട്. ഫോക്കൽ കമ്പനി എബിലിറ്റി ടു സബ്സ്റ്റിറ്റ്യൂട്ട്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വേറെ കമ്പനികൾ മാർക്കറ്റിൽ അവൈലബിൾ ആവാതിരിക്കുക. അപ്പോൾ നമുക്ക് അധികം അവൈലബിൾ അല്ല എങ്കിൽ നമുക്കതൊരു
ത്രെഡ്സ് ആണ്, ബാർഗൈനിങ് പവർ. ഇനി നമുക്കിവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയുടെ തന്നെ എടുക്കാം. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയലാണ് ഫ്യൂവൽ ആൻഡ് എയർക്രാഫ്റ്റ്. അത് നമുക്ക് ഈ ഫ്യൂവൽ എന്ന് പറയുന്നത്, ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൈസൊക്കെ ഫിക്സ് ചെയ്യുന്നത് ഗ്ലോബൽ മാർക്കറ്റാണ്. അപ്പോൾ ഈ ഗ്ലോബൽ മാർക്കറ്റിൽ ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് സപ്ലയർ എന്ന് പറയുന്നത് ഗ്ലോബൽ മാർക്കറ്റാണ്. അപ്പോൾ അവിടെ നമുക്ക് എല്ലാ ബിസിനസ്സിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മുടെ ബിസിനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, അതായത് ഏവിയേഷൻ ഫ്യൂവലിനെയും എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ കൺട്രോളിൽ വരുന്ന ഒരു കാര്യമല്ല. അപ്പോൾ സപ്ലയേഴ്സ് എന്ന് പറയുന്നത് ഫ്യൂവൽ സപ്ലയേഴ്സ് ആണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ് നമ്മളെയും കൂടി എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതാണ് പറയുന്നത് ബാർഗൈനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്. നമുക്ക് മൾട്ടിറ്റ്യൂഡ് സപ്ലയേഴ്സ് ഉണ്ടാവുന്നതാണ് എപ്പോഴും ബെറ്ററായിട്ട് വരുന്നത്. ഇതാണ് മൈക്കിൾ പോർട്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള കോഴ്സസിൽ വരുന്ന രണ്ടാമത്തെ കോഴ്സ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ബാർഗൈനിങ് പവർ ഓഫ് ബയേഴ്സ്. നെക്സ്റ്റ് ദെൻ ബാർഗൈനിങ് പവർ ഓഫ് ബയേഴ്സ് ഓൾസോ ഡിസ്ക്രൈബ് ദ മാർക്കറ്റ് ഓഫ് ഔട്ട്പുട്ട്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ബാർഗൈനിങ് പവർ, ഒരുപാട് കസ്റ്റമർ സെൻസിറ്റിവിറ്റി, പ്രൈസ് ചേഞ്ചസ് വരുന്ന മാറ്റങ്ങളനുസരിച്ച് അവർ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. നോർമലി പല പ്രൊഡക്റ്റുകൾക്കും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ബൈയിങ് പവർ ലോ ആണ്. അപ്പോൾ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ പർച്ചേസ് ചെയ്തോളും എന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, ബയേഴ്സ് നമ്മൾ മാർക്കറ്റിൽ കമ്പയർ ചെയ്തിട്ടാണ് പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണോ കുറഞ്ഞ റേറ്റിന് കൂടുതൽ ക്വാളിറ്റി കിട്ടുന്നത് ആ പ്രൊഡക്റ്റാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ ഏത് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴും ഓൺലൈനായിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്യാറുണ്ട്. അനലൈസ് ചെയ്തതിന് ശേഷമാണ് ആ പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് ഇതുപോലെയുള്ള ഒരു ത്രെഡ്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ തന്നെ എയർലൈൻ ഇൻഡസ്ട്രി തന്നെ പറയുമ്പോൾ എയർലൈനിൻ്റെ ടിക്കറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ അവരിതുപോലെ കമ്പയർ ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങുന്നത്. അവിടെ ഒരു ബ്രാൻഡ് ലോയൽറ്റി ഒന്നുമില്ല. എവിടെയാണ് റേറ്റ് കുറവ് ആ റേറ്റ് കുറവുള്ളത് നമ്മൾ ഏൺ ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാർഗൈനിങ് പവറൊന്നും അവിടെ ഒരു ബ്രാൻഡ് ലോയൽറ്റി ഒന്നും വരുന്നില്ല. അതാണ് പറയുന്നത്. അത് നെക്സ്റ്റ് ഒരു ത്രെറ്റായിട്ട് വരണം. നെക്സ്റ്റ് ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ കസ്റ്റമേഴ്സ് സ്വിച്ച് ചെയ്യാനായിട്ട് മറ്റേതിലേക്ക് മാറാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ എയർലൈനിൽ തന്നെ ആണെങ്കിൽ ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, എനർജി ഡ്രിങ്ക്സ് കൊടുക്കുന്നുണ്ട്. റെഡ് ബുൾ പോലെയുള്ള എനർജി ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനർജി ഡ്രിങ്ക്സ് അത് മാത്രമല്ല അവൈലബിൾ ആവുന്നത്. ഫീൽ ദാറ്റ് പ്രൈസസ് ഇൻക്രീസ് ടു മച്ച് കോഫി ഓർ എനർജി ഡ്രിങ്ക്സ്, ഐദർ കോഫി അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്, ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് കോഫിയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം എന്നാണെങ്കിൽ കോഫി പ്രിഫർ ചെയ്യും, അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ് നമ്മൾ പ്രിഫർ ചെയ്യും. അത് നമുക്കിതുപോലെ ഒരു ത്രെഡ്സാണ്. അതായത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് ഒരു ത്രെഡാണ്. നെക്സ്റ്റ് വരുന്നത് റൈവലറി എമംഗ് എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സ്. ഓൾറെഡി നമ്മൾ ഉള്ള കോമ്പറ്റീറ്റേഴ്സ് തന്നെ, അതായത് പുതിയതായിട്ട് എൻട്രി ചെയ്യുന്നത് മാത്രമല്ല ഓൾറെഡി ഉള്ള കോമ്പറ്റീറ്റേഴ്സ് തന്നെ ഇതുപോലെ തന്നെ എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ ഇതുപോലെ കോമ്പറ്റീഷൻ ഉണ്ട്. ഈക്വൽ സൈസ് ഇൻ പവർ, ഒരേപോലെയുള്ള പവറും കാര്യങ്ങളൊക്കെയാണ്, കോസ്റ്റ് ഒരേപോലെയാണ്. അപ്പോൾ ഇവർ തമ്മിൽ ആക്റ്റീവ്ലി അഡ്വർടൈസിങ്, പ്രൈസ് വാർസൊക്കെ നമ്മൾ കോമ്പറ്റീഷൻസ് ആക്റ്റീവ്ലി എൻഗേജ് ഇൻ അഡ്വർടൈസിങ് ആൻഡ് പ്രൈസ് വാർസ്. അഡ്വർടൈസ്മെൻറ്റിലൊക്കെ അത് ഹൈലൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടും. പിന്നെ പ്രൈസ് അവർ വില കുറച്ച് വെക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റേറ്റും കുറയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവർ വില കൂട്ടിയാൽ നമ്മൾ വില കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ നിൽക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എക്സിസ്റ്റിംഗ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഇതുപോലെ കോമ്പറ്റീഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലോ കോസ്റ്റ് ബാരിയേഴ്സ്. പിന്നെ മെയിനായിട്ട് ടൈറ്റർ റെഗുലേഷൻ ഇൻഡസ്ട്രി വരുന്ന സേഫ്റ്റി ബിക്കം പാരമൗണ്ട് ലീഡിങ് ടു ഹൈ ഫിക്സഡ് കോസ്റ്റ്, ഹൈ ബാരിയേഴ്സ് ടു എക്സിസ്റ്റ്. അതായത് നമുക്ക് കുറച്ചും കൂടി ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഫിക്സഡ് കോസ്റ്റ് ഒക്കെ കൂടുതലാണ്, നമുക്ക് ചിലവ് കൂടുതലായിരിക്കും മിക്കപ്പോഴും. അപ്പം നമുക്കിതുപോലെ കോസ്റ്റൊക്കെ കുറയ്ക്കുമ്പോൾ, റേറ്റ് കുറയ്ക്കുമ്പോൾ നമുക്കത് മാനേജ് ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ 5 ഫോഴ്സസ് ആണ് മൈക്കിൾ പോർട്ടറാണ് ഇത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മെയിനായിട്ട് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 5 ഫോഴ്സസ്, നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന 5 ഫോഴ്സസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.